ആലത്തൂർ മണ്ഡലത്തിൽ കൊട്ടിക്കലാശത്തിന് ശേഷം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയുടെ അകമ്പടി വാഹനത്തിൽ ആയുധങ്ങൾ കടത്തിയെന്ന് UDF. ആയുധങ്ങൾ ഉപേക്ഷിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് UDF സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് ആരോപിച്ചു. സ്വന്തം വാഹന പ്രചരണത്തിൻ്റെ കൂടെ അകമ്പടി പോയ വാഹനത്തിൽ നിന്നാണ് ഈ മാരകായുധങ്ങൾ പുറത്തേക്ക് എടുത്തിടുന്ന ദൃശ്യം. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് കാരണം ഇത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ട് CPM നേരിട്ട് നടത്തുന്ന ആസൂത്രിതമായിട്ടുള്ള ഭാഗമായിട്ടാണ് എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. വലിയ ആസൂത്രിതമായിട്ടുള്ളത് ഇതിന് പിന്നിൽ നടന്നിട്ടുണ്ട്. മന്ത്രിക്ക് നേരിട്ട് പങ്കുള്ളത് തന്നെയാണ് എന്നുള്ളതാണ് അന്വേഷണത്തിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത്. ആരോപണം കള്ളമാണെന്ന് LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ മറുപടി പറഞ്ഞു. ആയുധങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ഒരാവശ്യവും ഇടതുപക്ഷത്തിനില്ല എന്നും K രാധാകൃഷ്ണൻ അറിയിച്ചു. അത് മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്. ഞാൻ അന്വേഷിച്ചപ്പം ഇവിടെ പാടത്ത് എൻ്റെ ബോർഡ് വെച്ചത് മറഞ്ഞു കിടന്നിരുന്നു. അതെല്ലാം ശരിയാക്കാൻ വേണ്ടി 2 കഴുങ്ക് വെട്ടിക്കൊണ്ടുവന്ന് യൂണിയൻകാരും എല്ലാവരും കൂടി ഒന്ന് പാടത്ത് അത് ബോർഡ് പൊക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ പ്രചരണ വാഹനം വരുന്നത്. ആ വെട്ടിക്കൊണ്ടിരുന്ന അപ്പം അത് വന്നപ്പോഴേക്ക് വാഹനം വന്നപ്പോൾ അവർ പുറകെ വണ്ടി എടുത്തിട്ട് വന്നതാണ്. അപ്പം ഈ പണിയായുധങ്ങളും കൂടി അതിലെടുത്ത് വെച്ചു. അതെന്താ വെച്ചാൽ പിന്നെ ഇവരെന്താ വെച്ചാൽ ഇതിൻ്റെ പുറകെ വാഹനത്തിൻ്റെ പുറകെ വന്നിട്ട് വല്ല ഇനിയും ഈ വിട്ടുകത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും വിചാരിച്ച് തെറ്റിദ്ധരിച്ചാലെന്ന് വെച്ചിട്ട് പുറത്തേക്ക് വരണ്ടെന്ന് വെച്ചിട്ട് അവരിവിടെ അത് ഉപേക്ഷിച്ച് പോവുകയാണ് ചെയ്തത്. S. ശ്യാംകുമാർ ആലത്തൂരിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്യാമ, പല ജില്ലകളിലും തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആയുധങ്ങൾ കൈവശം വയ്ക്കുന്നതൊക്കെ ഈ സമയത്ത് അത് വളരെ കുറ്റകരമാണ്. പോലീസിന് നടപടിയെടുക്കാവുന്നതാണ്. ആലത്തൂരിലെ ഈ ആരോപണത്തിൽ അതിൻ്റെ ചില ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്ന പശ്ചാത്തലത്തിൽ പോലീസ് എന്തെങ്കിലും നടപടിയിലേക്ക് കടന്നിട്ടുണ്ടോ? എന്താണ് അക്കാര്യത്തിൽ CPM വിശദീകരണം എത്രത്തോളം തൃപ്തികരമാണ്? വിജയകുമാർ, പാലക്കാട് ജില്ലയിലും നിരോധനാജ്ഞ ഇന്നലെ കൊട്ടിക്കലാശത്തിന് പിന്നാലെ ജില്ലാ കളക്ടർ പ്രഖ്യാപിച്ചിരുന്നു. തിരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെയാണ് ആ നിരോധനാജ്ഞ ഉള്ളത്. ആ നിരോധനാജ്ഞ നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഇത്തരമൊരു CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത്. പക്ഷേ പോലീസ് പറയുന്നത് ആ കാറിലെത്തിയ ആളുകളെ വിളിച്ചു വരുത്തി വിവരം ശേഖരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ CPIM-ന്റെ ഒരു ഔദ്യോഗികമായ പ്രസ്താവനകളൊന്നും വന്നിട്ടില്ല. പക്ഷേ പാർട്ടി നേതൃത്വവും LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണനും വ്യക്തമാക്കുന്ന ഒരു കാര്യം, പ്രചരണം കടന്നുപോകുന്ന സ്ഥലത്ത് തന്റെ ഫ്ലെക്സ് ബോർഡുകൾ അഴിഞ്ഞു കിടന്നിരുന്നു. അത് കെട്ടുന്നതിന് വേണ്ടി എത്തിയ പ്രാദേശിക പാർട്ടി പ്രവർത്തകരും നാട്ടുകാരുമാണ് ആ വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ആ ഫ്ലെക്സ് ബോർഡുകൾ അഴിഞ്ഞുപോയത് കെട്ടാൻ കൊണ്ടുവന്ന ആയുധങ്ങളാണ് അതിലുണ്ടായിരുന്നത്, പണിയായുധങ്ങളാണ് എന്നുള്ളതാണ് LDF-ന്റെ ഔദ്യോഗികമായ ഒരു വിശദീകരണമായി വന്നിരിക്കുന്നത്. പക്ഷേ UDF ഇതിനെ കൂടുതൽ രാഷ്ട്രീയമായിട്ടാണ് എടുക്കുന്നത്. തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനായിട്ട് ആലത്തൂരിൽ ഒരു ശ്രമം നടക്കുന്നു. പ്രത്യേകിച്ച് സ്ഥാനാർത്ഥിയുടെ പ്രചരണ വാഹനത്തിന് പുറകെ പോകുന്ന ഒരു വാഹനത്തിൽ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ആയുധങ്ങൾ ഇറക്കി വെച്ചിരിക്കുന്നു. അതെല്ലാം UDF പ്രവർത്തകരെ ആക്രമിക്കുന്നതിന്, നാളെ പോളിംഗ് ദിവസം UDF പ്രവർത്തകരെ പേടിപ്പെടുത്തുന്നതിനും ആക്രമിക്കുന്നതിനും വേണ്ടിയാണ് എന്നുള്ളതാണ് രമ്യ ഹരിദാസിന്റെ ആരോപണം. ഇതിൽ പോലീസിൽ പരാതി നൽകിയിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്നൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നതുകൂടി രമ്യ ഹരിദാസ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതായാലും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ CPIM-ന്റെ ശ്രമം എന്ന് പറയുന്നത് UDF സ്ഥാനാർത്ഥിയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ നടന്നത് പ്രചരണം മാത്രമാണ്, അതിലൊന്നും വാസ്തവമില്ല എന്നുള്ളതാണ് LDF-ന്റെ ആരോപണം. ഏതായാലും വോട്ടെടുപ്പിന് ഇനി മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയാണ്. പോരാട്ടം അതിതീവ്രമായി നടന്ന ആലത്തൂർ മണ്ഡലത്തിൽ ഇപ്പോൾ ഒരു ആയുധ വിവാദം കൂടി ഉടലെടുത്തിരിക്കുന്നത്. ഇത് വോട്ടർമാരെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ എന്നുള്ളത് ഇനി കണ്ടറിയേണ്ടതാണ്. വിജയകുമാർ, അതിൽ ശ്യാമ, ഇതിൽ ഈ ആയുധങ്ങൾ ഉപേക്ഷിക്കുന്നു, ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി പുറത്തേക്ക് കൊണ്ടുപോയി വെക്കുന്നുണ്ട്. അപ്പോൾ അത് അക്കാര്യത്തിലാണല്ലോ ഇപ്പോൾ കുറെ കൂടി ചോദ്യങ്ങൾ ഉയരുന്നത്. ഇത് മന്ത്രി K രാധാകൃഷ്ണൻ പറയുന്നത് പോലെ ഈ പ്രചാരണ സാമഗ്രികൾ സ്ഥാപിക്കാനോ അല്ലെങ്കിൽ പൊട്ടിയത് വീണ്ടും ഉയർത്താനോ അതിനൊക്കെ മരം മുറിക്കാനോ ഒക്കെയാണെന്ന് ആരോപണം എന്നൊക്കെയുള്ള വിശദീകരണം വരുമ്പോഴും അതെന്തിനു ഉപേക്ഷിച്ചു എന്ന ചോദ്യത്തിന് മറുപടി തൃപ്തികരമാണോ? ഇക്കാര്യത്തിൽ K രാധാകൃഷ്ണൻ ഒരു വിശദീകരണം ഇങ്ങനെയാണ്. അതായത് പാടത്ത് അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന ചേലക്കരയിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ആ ചേലക്കര പ്രദേശത്ത് പാടത്ത് ഒരു ഫ്ലെക്സ് ബോർഡ്, പ്രചരണ വാഹനം കടന്നു പോകുന്ന വഴിയിൽ ഒരു ഫ്ലെക്സ് ബോർഡ് അഴിഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു. സ്ഥാനാർത്ഥി വരുന്ന സമയത്ത് അത് മോശമാണല്ലോ എന്ന് കരുതി പ്രവർത്തകർ അത് കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് പ്രചരണ വാഹനം എത്തുന്നത്. ഇതോടെ ആ പ്രദേശത്ത് സ്വീകരണം നൽകാനുണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകരൊക്കെ തന്നെയാണ് ആ കാറിൽ ഉണ്ടായിരുന്നത്. അവർ ഓടി ആ വാഹനത്തിൽ കയറുകയായിരുന്നു. ആ സമയത്ത് ആയുധങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ പോകുന്ന വഴിയിൽ പോലീസ് പരിശോധിച്ചാൽ ആയുധങ്ങളുള്ളത് പ്രശ്നമാകുമല്ലോ എന്ന് കരുതി
സമീപത്ത് അത് ഉപേക്ഷിക്കുകയായിരുന്നു. എന്നാൽ അത് CCTV-യിൽ കണ്ടതോടെ വീണ്ടും അതിർത്ത വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോയി എന്നുള്ളതാണ് LDF-ന്റെ ഒരു വിശദീകരണം. പക്ഷേ UDF ഇതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. രാഷ്ട്രീയമായിട്ടുള്ള അവർ പറയുന്ന പ്രധാന ആരോപണം ഇത് മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാനാർത്ഥിക്കൊപ്പം സഞ്ചരിച്ച് ആയുധങ്ങൾ എത്തിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് UDF പ്രവർത്തകരെ ആക്രമിക്കാനും തിരഞ്ഞെടുപ്പ് അട്ടിമറിക്കാനുമാണ്. പക്ഷേ പോലീസ് ഇത് കണ്ടില്ല എന്ന് നടിക്കുന്നു എന്നുള്ളതാണ്. ഏതായാലും ഈ രണ്ട് വസ്തുതകളും ജനങ്ങളുടെ മുന്നിലുണ്ട്. തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കുകയാണ് ഇത്തരം ഒരു ആരോപണവും അതിന്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഇനി ജനങ്ങൾ എന്ത് തീരുമാനിക്കും എന്നുള്ളത് അത് മണ്ഡലത്തിൽ ഇനി അറിയേണ്ട കാര്യമാണ്. ഏതായാലും ഇതിൽ LDF-ന്റെയും UDF-ന്റെയും ആരോപണ പ്രത്യാരോപണങ്ങൾ ആയുധങ്ങൾ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട ആവശ്യമില്ല ഇടതുപക്ഷത്തിനെന്നാണ് കെ രാധാകൃഷ്ണൻ മന്ത്രി, അദ്ദേഹം അവിടുത്തെ സ്ഥാനാർത്ഥി കൂടിയാണ്, മന്ത്രി കെ രാധാകൃഷ്ണൻ പറയുന്നത്. അക്കാര്യത്തിൽ പോലീസിന്റെ അന്വേഷണം ഉണ്ടായേക്കും. ഈ ദൃശ്യങ്ങളിലുള്ളവരെ ചോദ്യം ചെയ്യുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത് ആലത്തൂരിൽ നിന്ന്.